അബാദ് ഫുഡ്സ് സ്റ്റാർട്ട് ചെയ്തത് ഹോട്ടൽസിലേക്കുള്ള സപ്ലൈകൾക്കാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അബാദ് ഹോട്ടൽസ്, അബാദിന് തന്നെ 14 ഹോട്ടൽസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു സപ്ലൈയാണ് തുടങ്ങിയത്. ആദ്യം അങ്ങോട്ട് തന്നെ കൊടുത്തു തുടങ്ങി അല്ലേ? പിന്നെ ശരിക്കും അതാണോ ആദ്യം വന്നിട്ടുള്ള എൻക്വയറി എന്ന് പറഞ്ഞാൽ? അങ്ങനെയല്ല, നമ്മൾ ആ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത്രയും ഹോട്ടൽ, ഇപ്പോൾ അത്രയും ഹോട്ടൽ ശൃംഖലകളുള്ള ഓൺ ഫാക്ടറിയിൽ നിന്ന് ഓൺ പ്രോഡക്റ്റ്, ഏറ്റവും ക്വാളിറ്റി ഗ്യാരണ്ടിയുള്ള ഒരു പ്രോഡക്റ്റ് വരുമ്പോൾ അത് ആ ഒരു പ്രോഡക്റ്റുകൾ കംപ്ലീറ്റ് സോഴ്സ് ചെയ്തിരുന്നത് നമ്മളുടെ അടുത്ത് നിന്ന് തന്നെയാണ് അവർ. അങ്ങനെ അബാദ് ഹോട്ടൽസിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് അത് നമ്മൾക്ക് ടാജ്, മാരിയറ്റ്, മഹീന്ദ്ര ഇങ്ങനെയുള്ള വലിയ വലിയ ഹോട്ടൽ ചെയിൻസിൽ നിന്നെല്ലാം റിക്വയർമെൻറ്റ് വന്നു. അങ്ങനെ ഹോട്ടലുകൾ, പിന്നെ കാറ്ററിംഗ് ഡിവിഷൻസ്, അതായത് കേരളത്തിൽ 2500 3000ഓളം രജിസ്റ്റേർഡ് കാറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാറ്ററിംഗ് ഡിവിഷനുകളിലേക്കുള്ള സെയിൽസ് റിക്വയർമെൻറ്റ് ഇവരെല്ലാവരും നേരത്തെ പലപ്പോഴും മാർക്കറ്റുകളിൽ പോയിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തിരുന്ന അങ്ങനെയുള്ള ഫിഷുകളാണ്. ഈ കാറ്ററിംഗ് സെഗ്മെൻറ്റിലേക്ക് മാറി റെസ്റ്റോറൻറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു.